ഹലോ ഗായ്സ്, ഹാപ്പി ടൈം വിത്ത് അല്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ യാത്ര കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ റാണിപുരത്തേക്കാണ് കേട്ടോ. കോടമഞ്ഞിലൂടെയുള്ള യാത്ര പ്രത്യേക അനുഭൂതി തന്നെയാണ്. ട്രക്കിങ്ങിനും മലയുടെ മുകളിലെ വ്യൂ പോയിൻറ്റും ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കാലത്ത് 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. കോട്ടയത്ത് നിന്ന് കുടിയേറിയ കുടിയേറ്റക്കാർ പരിശുദ്ധ മറിയത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്ഥലത്തിന് റാണിപുരം എന്ന പേര് നൽകിയത്. സമുദ്രനിരപ്പിൽ നിന്ന് 3438 അടി ഉയരത്തിലാണ് ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. മലയടിവാരത്തു നിന്നും 2.5 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്തു വേണം പ്രധാന വ്യൂ പോയിന്റിലെത്താൻ. പുൽമേടുകളും പാറക്കെട്ടുകളും നിറഞ്ഞ അതിമനോഹരമായ ഒരു ലൊക്കേഷൻ തന്നെയാണ് റാണിപുരം. പുൽമേടുകൾ നിറഞ്ഞ റാണിപുരം മലനിരകൾ ആനകളുടെ സ്ഥിരം സഞ്ചാരപാതയാണ്. കുത്തനെയുള്ള കയറ്റിറക്കങ്ങൾ അല്പം സാഹസികത നിറഞ്ഞതാണ്. ഇതാണ് പ്രധാന വ്യൂ പോയിൻ്റ്. വലിയ പാറക്കെട്ടുകൾ കടന്നു വേണം മുകളിലെ വ്യൂ പോയിന്റിലെത്താൻ. ഒഴുകി നടക്കുന്ന കോടമഞ്ഞിനിടയിലൂടെയുള്ള തണുത്ത കാറ്റ് ഏതൊരാളുടെ മനസ്സിനെയും ശരീരത്തിനും കുളിർമയേകുന്നതാണ്. ഏതൊരു ട്രക്കിംഗ് പോയിൻ്റ് എന്ന പോലെ അട്ടകളുടെ സാന്നിധ്യമുള്ളതിനാൽ കയ്യിൽ സാനിറ്റൈസറോ ഉപ്പോ മറ്റോ കരുതുന്നത് നല്ലതായിരിക്കും. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് റാണിപുരം. മല കയറാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾ കയ്യിൽ അല്പം വെള്ളം കരുതുന്നത് നല്ലതാണ്. മലയടിവാരത്തിലുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പാസ് കൈപ്പറ്റി വേണം മലയിലേക്ക് കയറാൻ. മല കയറാനായി ഇവിടെ സ്വന്തമായി വാഹനത്തിൽ വരുന്നവർക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യം അതിവിപുലമായി തന്നെ ഇവിടുത്തെ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ വരുന്നവർ ഒരു കാരണവശാലും മറ്റ് സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിത തിരക്കുകൾക്കിടയിൽ മനസ്സിനെ ശാന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും റാണിപുരം വിസിറ്റ് ചെയ്യുക. കേരളത്തിലെ മിനി ഊട്ടി തന്നെയാണ് ഈ റാണിപുരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.